പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. കർത്താവായ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങേ സ്തുതിക്കുന്നു. നിറഞ്ഞ ഹൃദയത്തോടെ നന്ദി അർപ്പിക്കുന്നപ്പാ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങൾക്ക് കാവലും തുണയും സഹായകനുമായി എപ്പോഴും ഉറങ്ങുന്ന ഈ മണിക്കൂറിലും പരിപാലിക്കണമേ. ഈശോപ്പ, അങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, ആരാധിക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടി അവിടുത്തെ സന്നിധിയിലായിരിക്കാൻ തന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. പ്രഭാതം മുതൽ ഈ രാത്രിയുടെ യാമം വരെയും സംരക്ഷിച്ചിരിക്കുന്ന ആ വലിയ കാരുണ്യത്തിനായി നന്ദി പറയുന്നു. ഇന്ന് പകൽക്കാലം മുഴുവൻ ഞങ്ങളെ പരിപാലിക്കുകയും ഞങ്ങൾക്ക് ആവശ്യമായ ഭൗതിക കാര്യങ്ങൾ തന്നനുഗ്രഹിക്കുകയും ഞങ്ങൾക്ക് നല്ല കാലാവസ്ഥകൾ തരുകയും സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും സംരക്ഷണം തന്നനുഗ്രഹിക്കുകയും ആത്മീയമായി അവിടുത്തെ സന്നിധിയിൽ കൂടുതൽ സമയം ഇരിക്കുവാനും തന്ന കൃപകൾക്കായി നന്ദി പറയുന്നു. നമുക്ക് ഈ രാത്രിയിൽ ഒരു തിരുവചനം വായിക്കാം. അത് വായിച്ച് അല്പസമയം ഈശോയുടെ സന്നിധിയിലായിരുന്നു കൊണ്ട് ഹൃദയം നുറുങ്ങി ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് ഈശോയോട് സമർപ്പിച്ച് നമുക്ക് കിടന്നുറങ്ങാം. ഞാൻ ഇന്ന് എടുത്തിരിക്കുന്ന വചനഭാഗം സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ നിന്നും 130-ാം അധ്യായമാണ്. 1 മുതലുള്ള വാക്കുകൾ വായിക്കാം. കർത്താവേ, അഗാധത്തിൽ നിന്ന് ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ചെവി ചായിച്ച് എൻ്റെ യാചനകളുടെ സ്വരം ശ്രവിക്കണമേ. കർത്താവേ, അങ്ങ് പാപങ്ങളുടെ കണക്ക് വെച്ചാൽ ആർക്ക് നിലനിൽക്കാനാവും? എന്നാൽ അങ്ങ് പാപം പൊറുക്കുന്നവനാണ്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ ഭയഭക്തികളോടെ നിൽക്കുന്നു. ഞാൻ കാത്തിരിക്കുന്നു. എൻ്റെ ആത്മാവ് കർത്താവിനെ കാത്തിരിക്കുന്നു. അവിടുത്തെ വാഗ്ദാനത്തിൽ ഞാൻ പ്രത്യാശ അർപ്പിക്കുന്നു. പ്രഭാതത്തിനു വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരേക്കാൾ ആകാംക്ഷയോടെ ഞാൻ കർത്താവിനെ കാത്തിരിക്കുന്നു. പ്രഭാതത്തിനു വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരേക്കാൾ ആകാംക്ഷയോടെ ഇസ്രായേൽ കർത്താവിനെ കാത്തിരിക്കട്ടെ. എന്തെന്നാൽ കർത്താവ് കാരുണ്യവാനാണ്. അവിടുന്ന് ഉദാരമായി രക്ഷ നൽകുന്നു. ഇസ്രായേലിനെ അവൻ്റെ അകൃത്യങ്ങളിൽ നിന്നും അവിടുന്ന് മോചിപ്പിക്കുന്നു. നാം ഈ കേട്ട വചനം അല്പസമയം കിടക്കയിലായിരുന്നു കൊണ്ട് ധ്യാനിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. നാം ഓരോരുത്തരും എപ്പോഴും കർത്താവിനെ കാത്തിരിക്കുന്ന മക്കളായിരിക്കാൻ ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങളിതാ ഉറങ്ങാൻ പോകുന്നപ്പാ. ഞങ്ങൾ ഉറങ്ങുമ്പോൾ അവിടുത്തെ ദൂതഗണങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് കോട്ട കെട്ടണമേ. ഒരു അന്ധകാര ശക്തികളോ പൈശാചിക ശക്തികളോ ഒരു കള്ളന്മാരോ വിഷജന്തുക്കളോ പ്രാണികളോ ഞങ്ങളുടെ അടുത്ത് കടന്നു വരുവാനോ ഉപദ്രവിപ്പാനോ ഇടയാക്കാതെ വണ്ണം ഞങ്ങളെ അവിടെ നിന്ന് പരിപാലിക്കണമേ. ഈശോയെ, ഞങ്ങളെ അങ്ങേപ്പക്കൽ വിളിക്കപ്പെടുകയാണെങ്കിൽ ഞങ്ങൾ വിശുദ്ധിയുള്ള മക്കളായിരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. ആമേൻ.